ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്താലോ എന്ന്. ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് കരുതി. ഇന്ന് ഒരു ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളായിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങാം. ഇടിയപ്പവും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതുണ്ടാക്കുന്ന ഭയങ്കര വലിയൊരു ടാസ്ക് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനതിന് മാവ് കുഴച്ച് അത് ഇടിയപ്പം ഉണ്ടാക്കി എപ്പോൾ ചെയ്താലും ഒന്നെങ്കിൽ അത് ഭയങ്കര തിക്കായിപ്പോ അല്ലെങ്കിൽ അതിന്റെ പരുവം മോശമായിപ്പോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു ഡബിൾ ഓട്സിന്റെ ഈ ഒരു ഇടിയപ്പപ്പൊടി മേടിച്ചു, പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. എന്തോ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ ഡബിൾ ഓട്സിന്റെ ഇടിയപ്പപ്പൊടി മേടിച്ചു. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല. അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്നത് ഒരു കപ്പ് ഇടിയപ്പപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക, പാകത്തിന് ഉപ്പ് ചേർക്കാം, മിക്സ് ചെയ്യുക, പിന്നെ ആവിയിൽ വെച്ച് വേവിക്കാം. പരിപാടി കഴിഞ്ഞു. നമുക്ക് ഇന്നത് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുക്കാറ്. അപ്പൊ ഇതിന് അങ്ങനെ ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല, നോർമൽ വാട്ടർ മതി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഗ്ലാസ്സിൽ അളന്ന് ഇടിയപ്പപ്പൊടി ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ പാകത്തിന് ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ 1.25 കപ്പ് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അപ്പൊ തന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ സാധാരണ ഇതിൽ മാവിട്ട് പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം വെള്ളവും ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വയ്ക്കും. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കും. ഇടിയപ്പത്തിന് വെച്ചിട്ട് വേണം ഇനി ആദ്യക്കുട്ടനുള്ള ഫുഡ് റെഡിയാക്കാൻ. ആദ്യക്കുട്ടന് റവയില് ഒരൈറ്റം കേട്ടോ ഉണ്ടാക്കുന്നത്, ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അവന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ ഇടിയപ്പം ഉണ്ടാക്കിയ ദിവസങ്ങളങ്ങ് ഓർക്കുക. ഭയങ്കര ദുരന്തമായിരുന്നു. നമുക്ക് ആദ്യക്കുട്ടനുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പൊ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കും. ഇനി ആദ്യക്കുട്ടനുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പൊ ഞാൻ നെയ്യില് റവ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇപ്പൊ റോസ്റ്റഡ് റവയാ മേടിക്കുന്നത്, എന്നാലും ചെറുതായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ആദ്യക്കുട്ട ഇവിടെ ഒന്ന് കളിക്കുന്നുണ്ട്. എന്തോ പരിപാടി? നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് റവ ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ്, ഒത്തിരി വേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് പാകത്തിനൊരു അല്പം ഒരു പൊടിക്ക് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് വേവിക്കും. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് റവ ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇവിടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുക്കും. ബീറ്റ്റൂട്ട് അങ്ങനെ എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ ബീറ്റ്റൂട്ടിന്റെ ടേസ്റ്റ് ഒത്തിരി അങ്ങ് എടുത്തറിയത്തില്ല. എന്തോ നൈസായിട്ട് ഇവിടെ വാക്കർ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ എന്റെ പ്ലേറ്റ്
ബൗളും ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോ ആദ്യക്കുട്ടനുള്ള ഫുഡ് ഇവിടെ റെഡി ആവട്ടെ. ആ ഗ്യാപ്പിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം. ഇത് എംഐയുടെ വാക്യൂം മോപ്പാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൻ്റെ ഓഫറിൽ വാങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ് പരിപാടിയൊക്കെ അത് തന്നെ ചെയ്തോളൂ. ഡീപ്പ് ക്ലീനിങ് പറ്റില്ല, അത് ഞങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്നും രാവിലത്തേക്ക് വേണ്ടി സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ തന്നെ ആള് എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കും. ആദ്യത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുക. ആദ്യകൂട്ട ഉറങ്ങി. അപ്പൊ ഞങ്ങൾ ഈ സമയത്ത് കുറച്ചുകൂടത്തെ പണികളൊക്കെ ഒതുക്കി ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് കരുതി. ചേട്ടനിവിടെ പാത്രം കഴുകി സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചോറിന് തിളപ്പിച്ച് വെച്ചു, തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ മെനു അവിയൽ, മോരുകറി, ഉരുളക്കിഴങ്ങ് ഫ്രൈ. അപ്പൊ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രി തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള ജോലി കുറച്ച് സുഖകരമായിരിക്കും. അപ്പം എല്ലാ സമയത്തൊന്നും അത് പറ്റാറില്ല, പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുന്നു. എന്താണ് കണ്ട്ര കടിക്കാൻ വന്ന് നിൽക്കോ? കുഴപ്പമില്ല, മുന്നേക്കെ ഞാൻ പറഞ്ഞു കൊടുത്തെല്ലാം ചെയ്യണായിരുന്നു. അതിന്റെ പോരായ്മ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മള് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു 3 ചെറിയ ഉള്ളി, ജീരകം, കറിവേപ്പില, ഉപ്പ്, ഇത്ര നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇത്തിരി അരയ്ക്കണ്ട, ഒന്ന് ചതച്ചെടുക്കാം. നാളെ ഇലക്ഷൻ റിസൾട്ട് ആണ് ഗൈസ്. ഇത് തമിഴ്നാടും നാളെ തന്നെയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? എവിടത്തെ കുറിച്ചാണോ നാട്ടിലെ കുറിച്ചാണോ? രണ്ടും അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവിടെയാണെങ്കിൽ തന്നെ വിജയുടെ പാർട്ടി മുന്നേ ഇപ്പൊ ആദ്യത്തെ തവണയാണ് അവർ മത്സരിക്കുന്നത്. അതുകൊണ്ട് ജയിക്കോ ഇല്ലയോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോളിംഗ് ശതമാനം ഭയങ്കര കൂടുതലാണ്. ഒരുപാട് ന്യൂജൻ ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ. ഇപ്പൊ പുതിയതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വന്നവര്, അത് മാത്രമല്ല ഈ ഇലക്ഷനിൽ നിന്നൊക്കെ വിട്ടുനിന്ന ഒരു ജനറേഷൻ ഓഫ് പീപ്പിൾ ഉണ്ട്. ഒരുപാട് പേര് ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ലേ ഇവിടെ. ഇപ്പോ എന്നാ പ്രായമായവരുടെ ഒരു ഇതാണ് ഇലക്ഷൻ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഇവിടെ ഉണ്ട്.
ഒരുപാട് അന്നത്തെ ഇപ്പൊ ഇലക്ഷൻ ദിവസത്തെ അന്നത്തെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കണായിരുന്നു. ഒരുപാട് ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ ഇതിന് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇമ്പാക്ട് വിജയ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പക്ഷെ അത് എത്രമാത്രം റിസൾട്ടിൽ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റില്ല. DMK ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഒത്തിരി നാളായിട്ട് അവിടെ ഉള്ളതല്ലേ. എല്ലാം നാളറിയാം. ഞങ്ങൾ ഈ വീഡിയോ അവര് കുറെ സീറ്റ് പിടിക്കും. അതറിയാം. അധികാരത്തിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫുൾ. കാര്യം ഫസ്റ്റ് ടൈം ഇതൊരു പാർട്ടി അങ്ങനെ വന്നതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് ഓപ്പോസിഷൻ എന്തായാലും വരും. കുറെ സീറ്റ് അവർ പിടിക്കുകയും ചെയ്യും. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്തായാലും 2 ദിവസം കഴിഞ്ഞായിരുന്നു. നാട്ടിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 പ്രാവശ്യം അടുപ്പിച്ച് ഇതുവരെ ഒരു ഗവൺമെന്റ് വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് LDF വന്നത്. പക്ഷെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടാക്കിയ ഒരു റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് പറയാൻ പറ്റൂല LDF വരുന്നത്. കാര്യം പഞ്ചായത്ത് ഇലക്ഷൻ UDF ആണല്ലോ തൂത്തുവാരിയത്. അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും അങ്ങനെയല്ലേ, ഒരു പ്രാവശ്യം LDF ആണെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ആ ഒരു പാറ്റേൺ ഇനിയും കണ്ടിന്യൂ ആവാനാണ് സാധ്യത. ഞാൻ വോട്ട് ചെയ്ത് ഇതുവരെ മാഞ്ഞു. എന്റെ അവിയല് ഏകദേശം റെഡി ആയി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കും. തൈര് ഒഴിച്ച് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അവിയൽ റെഡി ആയി. പിന്നെ ഇവിടെ ഇവിടെ മോര് കറിക്കുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുക. ആദ്യക്കുട്ടന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ചോറ് കഴിച്ചിട്ട് ഇന്ന് കളിക്കുക. കളിപ്പാട്ടം എല്ലാം പൂക്കളം ഇട്ടയ്ക്കും പോലെ വാരി വിതറിയിട്ടുണ്ട്. ഞങ്ങളിതേ ഇവിടെ മസ്തിഷ്ക മരണം ആ ഫിലിം കണ്ടില്ലായിരുന്നു. അപ്പൊ അതും കണ്ട് ലഞ്ച് കഴിക്കാന്ന് കരുതി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ അവിയല് ഉരുളക്കിഴങ്ങ് ഫ്രൈയും അച്ചാറും മോരുകറിയും. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിച്ചിട്ട് വരാം. സിനിമ കാണാതിരുന്നപ്പോ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഉറങ്ങി എണീറ്റപ്പോ നല്ല അടിപൊളി മഴ പെയ്തിട്ടിരിക്കുന്നു. കുറേ നാളായിട്ട് ഇവിടെ മഴ പെയ്തിട്ട്. ഓക്കെ, എന്നാ ഇരുണ്ടുകൂടി കിടപ്പുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടെറസിൽ നിന്നുള്ള വ്യൂ. അതാ പുതുതായിട്ട് പണി കഴിഞ്ഞ് പൂനമല്ലി മെട്രോ. പണി കഴിഞ്ഞില്ല, ഓടി തുടങ്ങിയിട്ടില്ല. സ്റ്റേഷന്റെ ഒക്കെ പണി കഴിയുന്നതാണ്. ട്രാഫിക് ഇച്ചിരി കുറയുമല്ലേ ഇതിന്റെ പണി? നന്നായിട്ട് കുറയും. മാത്രല്ല പണി കഴിയുമ്പോ താഴത്തെ റോഡും വീതി കൂട്ടുന്നുണ്ട്. അപ്പൊ നല്ല ട്രാഫിക് കുറയും. അവിടെ കുറെ പിള്ളേര് പട്ടം പറത്തുന്നുണ്ട്. മോൻ ഇറങ്ങി. അപ്പൊ ഇതെല്ലാം ഇനി അടുക്കി പറക്കി വെക്കണം. അപ്പൊ ഇതെല്ലാം ഇനി നാളെ രാവിലെ ആവശ്യമുള്ളൂ. ഇത് ഞങ്ങള് ബോക്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചതായിട്ട് ഈ വാക്കർ. അപ്പൊ ആദ്യം മോന് ഞങ്ങള് റൗണ്ട് വാക്കർ മേടിക്കാന്നാ വിചാരിച്ചേ.
അപ്പോ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തപ്പോഴും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത് റൗണ്ട് വാക്കർ അത്ര നല്ലതല്ല, കുഞ്ഞുങ്ങൾക്ക് സേഫ് അല്ല എന്ന ഫീഡ്ബാക്കാ കിട്ടിയത്. അപ്പോൾ അങ്ങനെയാ ഈ വുഡിന്റെ വാക്കർ മേടിച്ചത്. അപ്പൊ മേടിക്കുമ്പോ ഈ വീലും കണ്ടോ, ഈ വീലും വുഡിന്റെ തന്നെ മേടിക്കുന്ന നല്ലത്. അപ്പൊ മോന് ഇപ്പൊ ഇച്ചിരി നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ്. പ്രൊമോഷൻ അല്ല കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റ്. ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നൊരു ദിവസത്തെ വിശേഷങ്ങൾ. ഞങ്ങൾ ഇനി കുറച്ചു നേരം സിനിമയൊക്കെ കണ്ട് ചില്ല് ചെയ്തേക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.